ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഒരു മാസം 125 കോടിയിലധികം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് KSRTC ഒരു മാസം. ഇത് കൂടാതെയാണ് പല നിർമ്മാണ ആവശ്യങ്ങൾക്കും പുതിയ ബസ് എടുക്കാനും ഒക്കെ കൊടുക്കുന്നത്. ഇത് ശമ്പളവും പെൻഷൻ മാത്രമാണ്. 2000 കോടി രൂപ വരെ നമ്മൾ വർഷം കൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് KSRTC ഇപ്പം മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. 24 KSRTC തൊഴിലാളികൾ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത പഴയ കാലമുണ്ട്, UDF കാലം. ആ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ മാറ്റം വന്നു. അപ്പോൾ എന്തായാലും KSRTCയിൽ ഇത് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ തെലങ്കാനയിലും കർണാടകത്തിലൊക്കെ നടപ്പിലാക്കിയതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു കണക്ക് കാണും. എന്തായാലും നിലവിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥിതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അക്കാര്യത്തിനകത്ത് എനിക്കറിയാം. അവർ പുതുതായി പറയുന്ന ആശയങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അതിനകത്ത് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ സ്റ്റേറ്റിന് വേണ്ടിയുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. അതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നവരല്ല. കണക്കൊക്കെ അവർക്കാണ് അറിയുന്നത് പുതിയ കാലത്ത് ചെയ്യാൻ പോകുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. മുൻ സർക്കാർ വലിയ ദൂർത്ത് കാട്ടിയെന്ന ആക്ഷേപമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. പുതിയ സർക്കാരിന് സാമ്പത്തിക രംഗത്ത് കൊടുക്കാൻ കഴിയുന്ന ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഉപദേശം ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായ താങ്കളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ട്? അങ്ങനെ വലിയ ഉപദേശമൊന്നും നൽകേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് വെറും ചെറിയ ചെറിയ രാഷ്ട്രീയം പറഞ്ഞ് പോകേണ്ടതല്ല. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് നയസമീപനം ആണ് ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ വലിയ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളെയും ഇപ്പം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ കൂട്ടിച്ചേർത്ത് നടത്തിയിട്ടുള്ള വലിയൊരു ഫൈറ്റുണ്ട്. കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസിന് പോയ സംഭവമുണ്ട്. ഇതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ നിരന്തരം നടത്തിയ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ധനകാര്യ കമ്മീഷന്റെ തന്നെ തുക കൂടിയത്. ഈ 10,000 കോടി രൂപ ഈ വർഷം അധികം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതേപോലെയുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേന്ദ്രവുമായിട്ട് കിട്ടാനുള്ള അർഹമായ തുക കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം. നമ്മളിവിടെ ധൂർത്ത് നടത്തി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം ഇത്രയേറെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന വേറൊരു ഘട്ടമില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. കൂടുതൽ ആളുകൾക്ക് വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരാനും പഠിക്കാൻ വരാനും ജോലി ചെയ്യാൻ വരാനും ഒക്കെ പറ്റുന്ന സ്ഥലമായിട്ട് നമ്മുടെ നാടിനെ മാറ്റണം. വിഴിഞ്ഞം തുറമുഖം ഈ ധൂർത്തെന്ന് ഇവർ പറയുന്ന കാലത്താണ് ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത ഒരു കാലത്ത് വിഴിഞ്ഞം തുറമുഖം പോലൊരു വലിയ തുറമുഖം സംസ്ഥാനം ഒറ്റയ്ക്ക് സ്വന്തം ചുമരിൽ അതിന്റെ ഉത്തരവാദിത്വമായിട്ടോടെ നിർമ്മിച്ചത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതെല്ലാം ചെയ്തൊരു സംസ്ഥാന സർക്കാരിനെ പറ്റി തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി. ആ പരാജയം അംഗീകരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ആ പരാജയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തെറ്റായ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.